നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ ജസ്റ്റ് സിമ്പിളായിട്ട്, നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് യഥാർത്ഥമായ സ്നേഹമുണ്ടോ, ആത്മാർത്ഥമായ സ്നേഹമുണ്ടോ, ഡു ദേ ലവ് യു എന്ന് മാത്രം. ഓക്കെ, അവർക്ക് ആത്മാർത്ഥമായ ഡീപ്പ് സ്നേഹമാണോ നിങ്ങളോട് എന്ന് മാത്രം നോക്കുന്നുള്ളൂ എന്ന്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ, യെസ് ഓർ നോ, ആൻഡ് കുറച്ച് ഗൈഡൻസ് ആയിട്ട് എടുക്കാം, ആൻഡ് റൊമാൻസ് ഏഞ്ചൽസിനും എടുക്കാം. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി കാർഡ്സ് ഇവിടെ വെക്കാൻ പോവാണ്. എന്നിട്ട് ജസ്റ്റ് കാർഡ്സ് എടുത്ത് അധികം കാർഡ് എടുക്കുന്നില്ല, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ വേണമെങ്കിൽ. ഓക്കെ, ഞാൻ പറഞ്ഞില്ല. ഓക്കെ, പൈലുണ്ട് ഇവിടെ. ഫസ്റ്റ് പൈൽ യെല്ലോ ഡക്കാണ് ഇവിടെ. ഓക്കെ, ഫസ്റ്റ് പൈൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സെക്കൻഡ് പൈൽ ഡോഗാണ്, ഒരു നായ്ക്കുട്ടിയാണ്. ഓക്കെ, സോ പൈൽ 1, പൈൽ 2 നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാനിവിടെ തന്നെ ജസ്റ്റ് കാർഡ്സ് ആദ്യം എടുത്ത് വെച്ചിട്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം നിങ്ങളുടെ പൈലിലേക്ക്. ഓക്കെ, ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഞാൻ എടുക്കും ചിലപ്പോൾ. ഓക്കെ, ഉറപ്പ് പറയുന്നില്ല, വേണ്ടി വന്നാൽ മാത്രം. എനിക്ക് ഒരു കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, നമുക്ക് നിങ്ങൾ ടൈം എടുത്ത് ഫയൽ ചൂസ് ചെയ്തോളൂ. ഫയൽ 1, ഫയൽ 2. ഓക്കെ, നിങ്ങൾക്ക് നോക്കി ചൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഫയൽ 1 നിന്ന് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ, നമുക്ക് പൈൽ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് ഇതിൽ നോക്കാം. ഡെത്ത് ആൻഡ് റീബർത്ത്, 8 ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് 10 ഓഫ് കപ്സ്. ഓക്കെ, ഗുഡ്. ആക്ച്വലി നിങ്ങളുടെ പേഴ്സണിന് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ സിറ്റുവേഷൻ, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം ചിലവർക്ക് കേട്ടോ, എല്ലാവർക്കും അല്ല. ഓക്കെ, മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ തമ്മിലൊരു മാരേജ്, ഫ്യൂച്ചർ, ഒരു ഫാമിലി എന്ന രീതിയിൽ നമുക്ക് കാണുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഡെത്ത് ആൻഡ് റീബർത്ത്, അപ്പോൾ മേ ബി നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച വന്നിട്ടുണ്ടാവാം, നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വല്ലതും വന്നിട്ടുണ്ടാവാം. ഓക്കെ, പക്ഷെ ഇനിയിപ്പോൾ അതിനൊരു പുതിയ തുടക്കം വരുമെന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു പുതിയ ഈ സിറ്റുവേഷൻ വീണ്ടും സ്റ്റാർട്ടാവും. ഓക്കെ, ഇടയിൽ നിങ്ങളിപ്പോൾ സെപ്പറേഷനിലാണെങ്കിൽ നിങ്ങൾ തമ്മിൽ റീയൂണിയൻ വരും, റീകോണ്ടാക്ട് വരും. നിങ്ങളുടെ പേഴ്സൺ ഇതിൽ എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് 10 ഓഫ് കപ്സ്, അപ്പോൾ നിങ്ങൾ തമ്മിൽ ഫ്യൂച്ചറിലേക്ക് ഹാപ്പിനെസ് ആണ് കാണുന്നത്. ഓക്കെ, മേ ബി ചിലവർക്ക് ഒരു മാരേജ് കമ്മിറ്റ്മെന്റ് വരെ പ്രതീക്ഷിക്കാം. ചിലവർക്ക് ഓൾറെഡി മാരീഡ് ആണെങ്കിലും നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുമെന്ന് പറയാം. ചിലവർക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് സന്തോഷം എന്ന രീതിയിലെങ്കിലും നമുക്ക് പറയാം. ഓക്കെ, അതായത് സിറ്റുവേഷൻ നിങ്ങൾ തമ്മിൽ എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾ പേഴ്സണുമായിട്ട് നോ കോൺടാക്റ്റോ സെപ്പറേഷനോ അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ വീണ്ടും കോൺടാക്ട് വരും, നിങ്ങൾ തമ്മിൽ സിറ്റുവേഷൻ വീണ്ടും സ്റ്റാർട്ട് ആവും എന്ന രീതിക്കാണ്. ആൻഡ് ചിലവർക്ക് ഇവിടെ നിങ്ങൾ തമ്മിൽ വർക്ക് പ്ലേസിലുള്ള പരിചയമായിരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ നിങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ചിലവർക്ക് വേറെന്താ ഇവിടെ സിറ്റുവേഷൻ പറയേണ്ടതെന്ന് ആലോചിക്കുകയാണ് ഞാൻ. ഓക്കെ, ക്ലാരിഫിക്കേഷൻ പറയാൻ നോക്കുകയാണ് ഞാൻ. എന്തായാലും ശരി, ഇവിടെ ഒരു റിന്യൂവൽ ആണ്. ഓക്കെ, ഞാൻ നിങ്ങളുടെ പേഴ്സണിന് സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, സ്നേഹമാണ് തന്നെയാണ്, ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണ്. ബിക്കോസ് നിങ്ങളെ ഒരു ഫാമിലി പോലെ കൺസിഡർ ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു ഫാമിലി വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, വീണ്ടും നിങ്ങളുമായിട്ട് റീകോൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, ഓക്കെ, ഇവിടെ നമുക്ക് എന്തായാലും പോസിറ്റീവാണ് ഇവിടെ കാണുന്നത്. നമുക്ക് റൊമാൻറ്റിക് ഏഞ്ചൽസ് കൂടി, റൊമാൻസ് ഏഞ്ചൽസ് കൂടി നോക്കാം. ഓക്കെ, ഇറ്റ് ഇസ് സേഫ് ഫോർ യു ടു ലവ് എന്നുണ്ട്. ഓപ്പൺ യുവർ ഹാർട്ട് ടു ഗിവ് ആൻഡ് റിസീവ് ദ ഹയസ്റ്റ് എനർജി ഓഫ് ഓൾ. നിങ്ങളോട് പറയുന്നത് ഓപ്പൺ ആക്കി വെക്കുക മനസ്സിനെ. ഓക്കെ, ഹാർട്ട് ഓപ്പൺ ആക്കി വെക്കുക. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും മുന്നോട്ട് നമുക്കൊരു പോസിറ്റീവ് ഇത് കിട്ടുന്നുണ്ട്. നിങ്ങളോട് സേഫ് ആണ് ഇത് എന്നാണ് പറയുന്നത്. ഈ സിറ്റുവേഷൻ സേഫ് ആണ്. നിങ്ങളെ നമ്മൾ എപ്പോഴും എന്താ പേടിയെന്ന് വെച്ചാൽ, നമ്മളൊരു വ്യക്തിയെ സ്നേഹിച്ചു പക്ഷെ അവർ നമ്മളെ തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിലോ എന്നുള്ളൊരു പേടിയാണ് അല്ലേ ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. പേഴ്സണും നിങ്ങളോട് സ്നേഹം തന്നെയാണ്. നിങ്ങൾ അങ്ങോട്ട് കൊടുത്തോളൂ, സ്നേഹം ഇങ്ങോട്ടും നിങ്ങൾക്ക് കിട്ടും എന്ന രീതിക്ക് തന്നെയാണ്. ആൻഡ് നിങ്ങളുടെ പേഴ്സൺ എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആൻഡ് ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ് ഉണ്ട്. അലൗ ദിസ് സിറ്റുവേഷൻ ടു അൺഫോൾഡ് നാച്ചുറലി. ഓക്കെ, മേ ബി
ഇവിടെ ഇപ്പം നിങ്ങൾ തമ്മിൽ സെപ്പറേഷനോ വല്ലതോ ആണെങ്കിൽ, ഞാൻ പറഞ്ഞ സെപ്പറേഷൻ നോ കോണ്ടാക്ട് ഒക്കെ ആണെങ്കിൽ നിങ്ങളതിനെ ഇനിയിപ്പോൾ പിന്നാലെ അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട. ഓക്കെ, തൽക്കാലം നിങ്ങളൊന്ന് സെപ്പറേഷൻ ആണെങ്കിൽ മിണ്ടാതിരിക്കുക. ഓക്കെ, സൈലൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ ബാക്കിൽ ചേസ് ചെയ്ത് പോവാതിരിക്കുക. ഓക്കെ, ആ പേഴ്സൺ തനിയെ ഇങ്ങോട്ട് വരട്ടെ. അവർ റീബർത്ത് ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ അവരിങ്ങോട്ട് വരട്ടെ. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. ഓക്കെ, സിറ്റുവേഷൻ നിങ്ങൾ ഫോഴ്സ് ചെയ്യാൻ ശ്രമിക്കേണ്ട. അവർ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി ഫോഴ്സ് ചെയ്യേണ്ട. അവർ വന്ന് സംസാരിക്കാൻ ഫോഴ്സ് ചെയ്യേണ്ട. ഒന്നും ചെയ്യരുത്. ഓക്കെ, കൺട്രോൾ ചെയ്യേണ്ട ഇഷ്യൂസ് ഈ സിറ്റുവേഷനെ അത് വിട്ടേക്കാം. ഓക്കെ, നിങ്ങളതിനെ വല്ലാതെ മേ ബി നിങ്ങൾക്ക് ഒരു തോന്നുന്നുണ്ടാവും, എന്നിട്ട് സമയം കഴിഞ്ഞുകൊണ്ട് പോകണം, ഇവർ എപ്പോഴാണ് കമ്മിറ്റ്മെൻറ്റ് തരിക, എപ്പോഴാണ് ഇവർ വന്ന് റിയൂണിയൻ ആവുക, അങ്ങനെ ഇങ്ങനെ നിങ്ങളുടെ ആ ഒരു സമയത്തിൻ്റെ പേടി. നമുക്കിത് സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. 1 ദിവസമായി, 2 ദിവസമായി, 10 ദിവസമായി. ഓക്കെ, അങ്ങനെ ചിന്തിക്കാതിരിക്കുക. ഓക്കെ, അങ്ങനെ ചിന്തിക്കാതെ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. എന്നിട്ട് അവർ വന്നോളും. എപ്പോഴായാലും ശരി, എത്ര സമയം എടുത്താലും ശരി, അവർ വന്നോളും എന്ന രീതിക്ക് നിങ്ങൾ വിടുക. ഓക്കെ, ചേസ് ചെയ്ത് പോവാതിരിക്കുക പ്ലീസ്. ഓക്കെ, ആൻഡ് പോസിറ്റീവാണ് ഇവിടെ നമുക്ക് ഫസ്റ്റ് പൈൽ. സോ ഹാപ്പി ആയിട്ടിരിക്കുക. ആക്ച്വലി ഹാപ്പി ഫാമിലി എന്ന് കാണുന്നുണ്ട്. സോ റിയൂണിയൻ പോസിബിൾ ആണ്. സോ ഫസ്റ്റ് പൈൽ ഗുഡ്. സെക്കൻഡ് പൈലിലേക്ക്, നമ്മുടെ ഡോഗ് പൈലിലേക്ക് കുട്ടി. ആദ്യം തന്നെ ക്വീൻ ഓഫ് കപ്സ് ആണ്. വീൽ ഓഫ് ഫോർച്യൂൺ, ജഡ്ജ്മെന്റ് ആൻഡ് ക്വീൻ ഓഫ് കപ്സ്. ഓക്കെ, സ്നേഹമുണ്ട് എന്ന് പറയാം. ഓക്കെ, ഇത് നമ്മളെ പേഴ്സൻ്റെ എനർജി ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ യെസ്, അവർക്ക് സ്നേഹമുണ്ട് എന്ന രീതിക്ക് നമുക്ക് പറയാം. വീൽ ഓഫ് ഫോർച്യൂണും ജഡ്ജ്മെൻറ്റും ഉണ്ട് ഇവിടെയും. ഓക്കെ, ഇവിടെ ഞാൻ ഇത് എടുത്തു എന്തായാലും അല്ലേ. ഓക്കെ, ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ ആൻഡ് ഫോർ ഗിവിങ് ആൻഡ് ലേണിംഗ് രണ്ടും വന്നിട്ടുണ്ട്. ആസ് യു റിവീൽ യുവർ ഇന്നർമോസ്റ്റ് സീക്രട്ട് സെൽഫ്സ് ടു ഈച്ച് അതർ യുവർ ബോണ്ട് ഡീപ്പൻസ്. ഓക്കെ, മേ ബി വീൽ ഓഫ് ഫോർച്യൂൺ പറയുമ്പോൾ സമയത്തിൻ്റെ കാര്യമായിരിക്കാം. ഓക്കെ, അതായത് നിങ്ങൾ തമ്മിൽ മുന്നോട്ട് പരിചയം കുറച്ചുകൂടെ പരിചയമാകുമ്പോൾ, കുറച്ചുകൂടെ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുമ്പോൾ, ഓക്കെ, കാലം കുറച്ച് സമയം കൊടുക്കൂ എന്ന രീതിക്ക് പറയാം. ഓക്കെ, കുറച്ച് സമയം കൊടുക്കൂ. ഓക്കെ, സിറ്റുവേഷനിൽ മാറ്റം വരും. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് അധികം മേ ബി കമ്മ്യൂണിക്കേഷൻ കുറവായിരിക്കാം, അധികം സംസാരങ്ങൾ ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, പരസ്പരം ഒന്ന് മനസ്സിലാക്കാനുള്ള സമയം കൊടുക്കാം. ഓക്കെ, സമയമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇൻ ഡിവൈൻ ടൈം എന്ന് എടുക്കാം നമുക്ക്. ഈ ഒരു ഡിവൈൻ ടൈമിൽ ഓക്കെ, ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു സിറ്റുവേഷൻ ബെറ്റർ ആവും എന്ന രീതിക്ക് പറയാം. ആൻഡ് ഇവിടെ ജഡ്ജ്മെന്റ് കാർഡ് ഉണ്ട്. സോ എവിടെയോ ഇതൊരു ആക്ച്വലി ഇത് പറയുമ്പോൾ നമ്മൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന രീതിക്ക് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, പാസ്റ്റ് ലൈഫിന്റെ കണക്ഷൻ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ. ഓക്കെ, അപ്പം തിരിച്ച് നിങ്ങളുടെ ലൈഫിൽ ഒരു വന്നതായിട്ട് നമുക്ക് എടുക്കാം. പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കും. ഫീലിങ്സ് ഉണ്ട് ഇവർക്ക്. ഓക്കെ, ഫീലിങ്സ് ഉണ്ട് നിങ്ങളുടെ പേഴ്സണിന്. ഇതും അഗെയിൻ മാനായിട്ടും വുമണായിട്ടും നിങ്ങൾക്ക് മാറ്റി എടുക്കാം. ഓക്കെ, ഫീലിങ്സ് ഉണ്ട്. പക്ഷെ മേ ബി ഇപ്പോൾ അവർ അധികം എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഇപ്പോൾ ഡെവലപ്പ് ആയിട്ടുണ്ടാവില്ല. ബട്ട് അവർക്ക് ഫീലിങ്സ് ഉണ്ട്. ആൻഡ് നിങ്ങളോട് കുറച്ചുകൂടി ഒന്ന് പരസ്പരം ഒന്ന് മനസ്സിലാക്കൂ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഫോർ ഗിവിങ് ആൻഡ് ലേണിംഗ് ഉണ്ട്. ആസ് യു റിലീസ് ആൻഡ് ഹീൽ ദ പാസ്റ്റ് യു എക്സ്പീരിയൻസ് മോർ ലവ് ഇൻ യുവർ പ്രസന്റ്. ഓക്കെ, മേ ബി ഇത് പാസ്റ്റ് ലൈഫ് എന്ന് മാത്രമല്ല, മേ ബി പാസ്റ്റിൽ നിങ്ങൾ, അതായത് കുറച്ച് കാലം മുമ്പ് നിങ്ങൾ ഓൾറെഡി പരിചയമുള്ള ആൾക്കാരായിരിക്കാം. നിങ്ങൾ ഓൾറെഡി റിലേഷനിലായിരുന്നു. ഓക്കെ, എന്നിട്ട് പിന്നെ ബ്രേക്കപ്പോ സെപ്പറേഷനോ അല്ലെങ്കിൽ ചിലപ്പോൾ വിട്ടുപോയി എന്ന രീതിക്ക് ചിലപ്പോൾ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടാവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് തിരിച്ചു വരികയാണ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതാണ്. അപ്പോൾ പാസ്റ്റിൽ ഉണ്ടായ ഹേർട്ടിനെ നിങ്ങളൊന്ന് ഫൊർഗീവ് ചെയ്യണം. ഓക്കെ, പാസ്റ്റിൽ ഉണ്ടായ കാര്യങ്ങളെ നിങ്ങളൊന്ന് ഫൊർഗീവ് ചെയ്യാനുണ്ട്. ഒന്ന് വീണ്ടും നിങ്ങൾ ആദ്യം തൊട്ട് നിങ്ങളൊന്ന് ആദ്യമായിട്ട് പരിചയപ്പെടുന്ന പോലെ ഒന്ന് പരിചയപ്പെട്ട് നിങ്ങൾ സംസാരിച്ച് കുറച്ചുകൂടി പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നിങ്ങൾ വരാനുണ്ട്. ഓക്കെ, ഇതൊരു ജഡ്ജ്മെന്റ് കാര്യം പറയുമ്പോൾ യെസ്, അപ്പോൾ പാസ്റ്റ് യൂണിവേഴ്സ് നിങ്ങൾക്ക് അവരെ തിരിച്ച് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരാണ്. ഓക്കെ, പാസ്റ്റിൽ അവർ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോൾ അവർ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുമായിട്ട് എന്തായാലും അവർക്ക് ഫീലിങ്സ് ഉള്ളതുകൊണ്ടാണ് വരുന്നത് ആ റിലേഷൻഷിപ്പ്. ആൻഡ് യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ ഇത്തവണ നിങ്ങൾ ഇനി ഒന്ന് പരസ്പരം നല്ലോണം മനസ്സിലാക്കുക. എന്തെങ്കിലും പാസ്റ്റിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ ഫോർഗിവ് യു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, റിലീസ് ദ പാസ്റ്റ് എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടായ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് റിലീസ് ചെയ്ത് കളയുക. ആൻഡ് നിങ്ങൾ വീണ്ടും ഒന്ന് പരസ്പരം ഒന്ന് മനസ്സിലാക്കി വരിക എന്ന രീതിക്കാണ്. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് കാണുമ്പോൾ എനിക്ക് ഫീലിങ്സ് ഉണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. നിങ്ങളുടെ പേഴ്സണിന് സ്നേഹമുണ്ട് എന്ന് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് മുമ്പ് നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, അത് തന്നെ ഞാൻ പറഞ്ഞു. ഓക്കെ, മുമ്പ് നിങ്ങളെ ഹേർട്ട് ആയിട്ടുണ്ട് ഈ സിറ്റുവേഷനിൽ. 3 ഓഫ് സോർഡ്സ് ആണ്.
4 ഓഫ് സോഡ്സ്, ഓക്കെ 6 ഓഫ് വൺസ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു സക്സസിന് വേണ്ടിയിട്ടാണ് തിരിച്ചു വരുന്നത്. ഓക്കെ, അവര് നിങ്ങളെ ഹേർട്ട് ചെയ്ത് പോയിട്ടുണ്ട് മുമ്പ് ഇൻ ദ പാസ്റ്റ്. ഓക്കെ, നിങ്ങളെ ഹേർട്ട് ചെയ്ത് അവർ പോയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇനി തിരിച്ച് അവർ വരുന്നത് അവർക്കൊരു സക്സസിന് വേണ്ടിയിട്ടാണ്. അവർക്ക് ഈ റിലേഷൻഷിപ്പ് വീണ്ടും മുന്നോട്ട് വേണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് അവർ വരുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു സക്സസ് കിട്ടുമെന്ന് പറയാം. അതായത് ജഡ്ജ്മെന്റ് ആണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങളെ മുമ്പിൽ വീണ്ടും കൊണ്ട് നിർത്തി തരാണ് യൂണിവേഴ്സ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങളുടെ കാൽ കീഴിൽ ഞാൻ അത്ര ഡ്രമാറ്റിക് ആവുന്നില്ല, പക്ഷേ യെസ്, നിങ്ങൾക്കൊരു സക്സസ് വരാനായിട്ടാണ് എനിക്ക് കാണുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പ് യെസ് ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ പാസ്റ്റിൽ അവർ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ അതിനെ ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, ഫോർഗീവ് ചെയ്ത് വിടാം. പക്ഷേ ഇനി മുന്നോട്ട് നിങ്ങൾ തമ്മിൽ, പക്ഷെ നിങ്ങൾ ഒന്നുകൂടി അവനെ നല്ലോണം പരസ്പരം മനസ്സിലാക്കാനൊക്കെ ഉണ്ട്. ഓക്കെ, പരസ്പരം മനസ്സിലാക്കി. ആക്ച്വലി ഇതെവിടെയോ നിങ്ങളെ സെൽഫ് ലവ് എന്നൊക്കെ ഞാൻ അതുകൊണ്ടാണ് ഒന്ന് കൺഫർമേഷൻ എടുത്തത്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ അവനവനെ ഒന്ന് സ്നേഹിക്കണം ആദ്യത്തെ. ഓക്കെ, എന്നിട്ട് മാത്രം മറ്റൊരാൾക്ക് സ്ഥാനം കൊടുത്താൽ മതി. ഓക്കെ, പാസ്റ്റിൽ മേ ബി അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ മറ്റേ ആൾക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത്. പക്ഷേ ഇനി അങ്ങനെ ചെയ്യാതിരിക്കാം. എനിക്ക് അതുകൊണ്ടാണ് അവർ നിങ്ങളെ ഹേർട്ട് ചെയ്ത് പോയത്. പക്ഷെ ഇപ്പം തിരിച്ച് നിങ്ങൾക്ക് ദൈവം ഒരു അവസരം തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ ആ പേഴ്സണിനെ തിരിച്ച് കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് സ്നേഹമുണ്ട്, നിങ്ങളുടെ ഫീലിങ്സ് ഉണ്ട്, അവർക്ക് നിങ്ങൾ തമ്മിൽ ഒരു സക്സസ് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാം ഓക്കെ. ഐ ഹോപ്പ് മതി. ഇന്നേക്ക് ഇത്ര ചെറിയ റീഡിംഗ് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.